ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ അഥവാ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നൗ നമുക്ക് ഡെറിവേറ്റീവ്സ് ഡിഫറൻസിയേഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറ് ടാൻജൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിനും ഇൻ്റഗ്രേഷൻ ഏരിയ ബിറ്റ്വീൻ ദ കർവും, ഇത് രണ്ടുമാണ് ഇവരുടെ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷനും ജോമെട്രിക് പ്രോബ്ലംസും. അപ്പോൾ നമ്മൾ ആദ്യം ഡിഫറൻസിയേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് സാധാരണഗതിക്ക് സ്ലോപ്പ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റും ഡെറിവേറ്റീവും തമ്മിൽ എന്താണ് വ്യത്യാസം വരുന്നത്, അവർ തമ്മിൽ എന്താണ് റിലേഷൻ വരുന്നത്. ഇപ്പോൾ സപ്പോസ് സ്ലോപ്പ് അല്ലെങ്കിൽ ആ റേറ്റ് ഓഫ് ചേഞ്ച് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഇക്വേഷൻ എന്തായിരിക്കും? ഒരു ലീനിയർ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും അല്ലേ. അതേസമയം ഓരോ പൊസിഷനിലെത്തുമ്പോഴും അതിൻ്റെ ആ റേറ്റ് ഓഫ് ചേഞ്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് എവിടേക്കെങ്കിലും പുറത്ത് പോകുന്നു. നമ്മുടെ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് എടുക്കുന്ന സ്പീഡിലാണോ നമ്മൾ ആ വളവ് തിരിയുമ്പോഴുണ്ടാവുക? അല്ല. വളവ് തിരിഞ്ഞ് മെയിൻ റോഡിലേക്ക് കടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡും വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴുള്ള സ്പീഡും ഒന്നായിരുന്നോ? അല്ല. അപ്പോൾ നമ്മൾ ഓരോ സമയം കഴിയും തോറും നമ്മുടെ ആ വണ്ടിയുടെ സ്പീഡിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതൊരു നോൺ ലീനിയർ കർവിലായിരിക്കും അവസാനിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ പൊസിഷനിലുമുള്ള റേറ്റ് ഓഫ് ചേഞ്ച് വ്യത്യസ്തമായിരിക്കും. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ടാൻജൻറ്റ് ലൈൻ ഉപയോഗിച്ച് ഓരോ പോയിൻറ്റിലും. അപ്പോൾ ഇവിടെ നോക്കാം, പി എന്ന് പറയുന്ന C,F(c) എന്ന് പറഞ്ഞ പോയിൻറ്റിൽ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ആ പോയിൻറ്റിലുള്ള ടാൻജൻറ്റ് ലൈൻ വരച്ചിട്ട് ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്താണോ ആ സ്ലോപ്പ് ആയിരിക്കും നമ്മുടെ ആ പോയിൻറ്റിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മോഷനോ എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കോമൺ എക്സാമ്പിളിലേക്ക് വരികയാണ്. എക്സാമ്പിൾ പറയുന്നതാണ് യു എന്ന് പറയുന്നത്, ഇത് താഴത്തെ എക്സ് ആക്സിസ് യു ആക്സിസ് കാണിക്കുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ പെർസെൻറ്റേജും വൈ ആക്സിസിൽ കാണിക്കുന്നത് ഇൻഫ്ലമേഷൻ പെർസെൻറ്റേജുമാണ്. അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടും തോറും അൺഎംപ്ലോയ്മെൻറ്റ് കുറയും അല്ലേ. അല്ലെങ്കിൽ അത് രണ്ടും ഇൻവേഴ്സ് റിലേഷൻ ആണെന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ കുറയുന്നതിനനുസരിച്ച് അൺഎംപ്ലോയ്മെൻറ്റും കുറയുന്നു, ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജ് 2.5 ആയിരുന്നപ്പോൾ ഇൻഫ്ലേഷൻ എത്രയായിരുന്നു? അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് പെർസെൻറ്റേജ് കൂടുന്നു, ഇൻഫ്ലേഷൻ എവിടേക്ക് എത്തുന്നു? നെഗറ്റീവിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇൻഫ്ലേഷൻ നെഗറ്റീവിലേക്ക്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് 0, ഇവിടെയാണ് 0 മാർജിൻ പോണത്. അതേസമയം ഇതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രാഫ് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 പോയിൻറ്റിലെ സ്ലോപ്പാണ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ 2 പോയിൻറ്റിലെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് 3% ആയിരുന്നപ്പോഴും അൺഎംപ്ലോയ്മെൻറ്റ് 10% ആയിരുന്നപ്പോഴുമുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. The graph shown in figure 2.2 gives the relationship between the percentage of unemployment U and the corresponding percentage of inflation I. Use the graph to estimate the rate at which I changes with respect to U when the level of unemployment is 3% and again when it is 10%. അപ്പം നമ്മളിവിടെ ചെയ്യുമ്പോൾ നോക്കൂ, നമ്മൾ ആദ്യം അപ്പോൾ U = 3 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു പോയിൻറ്റിലെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ആ പോയിൻറ്റിൽ കൂടി ഒരു പോയിൻറ്റിലെ സ്ലോപ്പ് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്? അതിൽ കൂടി വരയ്ക്കുന്ന ഒരു ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്. അപ്പോൾ അതിൽ കൂടി കടന്നു പോകുന്ന ഒരു ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. ടാൻജൻറ്റ് നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു, കണ്ടല്ലോ ഈ ടാൻജൻറ്റ് കേട്ടോ, 3 അപ്പോൾ നമ്മൾ U = 3 വേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം x1 = 3 എന്നും
x2 ഈക്വൽ ടു ഒരു 3.5 ഒക്കെ ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിവിടെ നമുക്ക് 14 ആണെങ്കിൽ ഒരു 3.5 എടുക്കുമ്പോൾ ഏകദേശം 7ൻ്റെ അടുത്തേക്കാണ് വാല്യൂ വരുന്നത്. അപ്പോൾ y2 മൈനസ് സ്ലോപ്പ് m എന്തായിരുന്നു? സ്ലോപ്പ് m ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അപ്പോൾ ഒരു 7 മൈനസ് 14 ഡിവൈഡഡ് ബൈ 3.5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? -7/0.5, ദാറ്റ് ഈസ് -14. അപ്പോൾ ഇവിടെ ആ റേറ്റ് ഓഫ് ചേഞ്ച് നെഗറ്റീവ് ആണ്. അതായത് when unemployment is 3%, inflation is decreasing at a rate of 14% points for each percentage point increase in unemployment u. അതായത് ഐയുടെ പെർസെൻറ്റേജ്, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് കൂടുന്തോറും ഐയുടെ പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു? കുറയുകയാണല്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് 10% ആയിരിക്കുമ്പോൾ ഏകദേശം -5. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത് ജസ്റ്റ് ഒരു ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിളാണ്. കാരണം ഇതിനകത്ത് ഓരോ പോയിന്റിലും വാല്യൂ എത്ര വരുന്നു എന്നതൊന്നും അവർ ക്ലിയർ ആയിട്ട് നമുക്ക് തന്നിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് എക്സാമിനൊക്കെ തരികയാണെങ്കിൽ അതിൻ്റെ നിയറസ്റ്റ് പോയിൻ്റൊക്കെ തന്നിട്ടായിരിക്കും ചെയ്യാൻ പറയുക. അപ്പോൾ ഇവിടെ അവരെടുത്തിരിക്കുന്നത് 12.5ൻ്റെ അടുത്തേക്കായി. 12.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഡിഫറൻസ്, ഈ ഡിഫറൻസ് 2.5ഉം ഈ ഹൈറ്റ് ഡിഫറൻസ് -1 ആണ്. ഗ്രാഫ് അനലൈസ് ചെയ്തിട്ടില്ല നമ്മൾ ചെയ്യാൻ പറഞ്ഞത്, -1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് എന്ത് വരും? -1 ഡിവൈഡഡ് ബൈ ഇവരുടെ ഡിഫറൻസ് 2.5, ദാറ്റ് ഈസ് -0.4. അതായത് -0.4% അല്ലെങ്കിൽ 0.4% ഇൻഫ്ലേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിളാണ്, അത്ര കാര്യമായിട്ടുള്ളതല്ല. പക്ഷേ ഇത് നോക്കൂ, ഇവിടെ നമുക്കൊരു പിസാഗോപുരമൊക്കെ കാണുന്നുണ്ടല്ലേ. എന്താ ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പൊസിഷൻ ഫങ്ഷൻ s(t) തന്നിരിക്കുന്നത് എന്താണ്? s(t) ഈക്വൽ ടു 16t² ഫീറ്റ് ഇൻ t seconds. അപ്പോൾ വാട്ട് ഈസ് ദി ഒബ്ജക്ട്സ് വെലോസിറ്റി ആഫ്റ്റർ t ഈക്വൽ ടു 2? ഇനി മാത്രമല്ല, ഹൗ ഈസ് ദ വെലോസിറ്റി ഫൗണ്ട് ഇൻ പാർട്ട് എ റിലേറ്റഡ് ടു ദ ഗ്രാഫ് ഓഫ് s(t). അപ്പം നമ്മളിതിൽ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഒന്ന് വെലോസിറ്റി. അപ്പോൾ അറ്റ് ടൈം t ഈക്വൽ ടു 2 നമുക്ക് വെലോസിറ്റി എത്രയാണെന്ന് അറിയണം. ഇനി അതിൻ്റെ ഗ്രാഫിൻ്റെ ഒരു നേച്ചർ എന്താണെന്നും അറിയണം. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷനാണ് അല്ലേ. അപ്പോൾ അറ്റ് t ഈക്വൽ ടു 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? t ഈക്വൽ ടു 2ലും t ഈക്വൽ ടു 2 + hലും ഹൈറ്റ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ടൈം t ഈക്വൽ ടു 2ലും t ഈക്വൽ ടു 2 + h ആകുമ്പോൾ, അതായത് 2 സെക്കൻഡിലും 2 സെക്കൻഡിനേക്കാളും കുറച്ചും കൂടി കൂടുമ്പോഴുള്ള ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ t2ഉം 2 + hഉം. അപ്പോൾ വി ആവറേജ് എന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ലാപ്സ്ഡ് ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് 2 + hൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ഉണ്ടാവും? s(2 + h) ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. 2 ആയിരിക്കുമ്പോൾ s(2ഉം. അപ്പോൾ s(2 + h മൈനസ് s(2) ഹോൾ ഡിവൈഡഡ് ബൈ 2 + h മൈനസ് 2. അപ്പോൾ ആ രണ്ട് 2ഉം 2ഉം കട്ട് ചെയ്ത് കളയുക. എസ്സിൽ s എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? s(t) ഈക്വൽ ടു 16t². അപ്പോൾ അതിവിടെ 16 ഇൻറ്റു ടിക്ക് പകരം 2 + h ഹോൾ സ്ക്വയർ മൈനസ് 16 2². അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള ടേംസ് എല്ലാം കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് ടേം എന്തായാലും കട്ടായി പോകും. 16 × 4 64h പ്ലസ് 16h² ഹോൾ ഡിവൈഡഡ് ബൈ h. അപ്പോൾ h കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ 64 പ്ലസ് 16h എന്ന് കിട്ടും. അപ്പോൾ അതാണ് വെലോസിറ്റി അറ്റ് t ഈക്വൽ ടു 2 അല്ലെങ്കിൽ 2ൻ്റെ ഇടയിൽ. നമുക്ക് എന്ത് വേണം? എക്സാക്റ്റ് t ഈക്വൽ ടു 2ൽ കിട്ടണമെങ്കിൽ ഈ h 0യിലേക്ക് ടെൻഡ് ചെയ്യാം. hന് 0യിലേക്ക് ടെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവുക? ഈ 2 + h എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ 2ൻ്റെ അടുത്ത് കിടക്കുന്ന വാല്യൂ ആവും. അപ്പോൾ ആസ് ലിമിറ്റ് h ടെൻഡിങ് ടു 0 ഈ സാധനത്തിൻ്റെ വാല്യൂ എന്താ മാറുക? 64 എന്ന് പറ്റും. അതായത്
ഈ 2 സെക്കൻഡ് കഴിയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒബ്ജക്റ്റ് എത്ര ദൂരം ഏകദേശം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? 64 ഫീറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? നമുക്ക് t = 2 കിട്ടണമായിരുന്നു. അപ്പം നമ്മൾ 2ഉം 2+h, അതായത് 2വിനേക്കാളും കുറച്ച് കൂടിയൊരു ടൈം, അതിൻ്റെ ഇൻ ബിറ്റ്വീനിലുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചു. ആ ആവറേജ് വെലോസിറ്റി 2വിനും 2+hനും ഇടയിലാണെങ്കിൽ ഈ h 0യുടെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുക? 2+h 2വിനോട് വളരെ അടുത്ത് കിടക്കുന്നൊരു സംഖ്യയായി മാറും. അതേസമയം h 0യിലേക്ക് ടെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് 2വിൽ എത്രയാണോ അത് തന്നെ ആയിരിക്കും അപ്പുറത്ത് പിന്നെ ആ ഇൻ്റർവെല്ലിനകത്തും കിട്ടുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 2 ആയിരിക്കുമ്പോഴുള്ള അവസ്ഥ അതാണ്. വി ആവറേജ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. വി ഇൻസ്റ്റൻറ്റേനിയസ് അല്ലെങ്കിൽ 2വിലുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? വി ഇൻസ്റ്റൻറ്റേനിയസ് = ലിമിറ്റ് h ടെൻഡ്സ് ടു 0 വി ആവറേജ്. അപ്പോൾ അത് കിട്ടി. ഇപ്പോൾ നമ്മളോട് 10 ആണ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 10, 10+h എടുക്കും. 2 ആണെങ്കിൽ 2, 2+h. 8 ആണെങ്കിൽ 8, 8+h. ഇതിലെല്ലാത്തിലും ആവറേജ് കണ്ടുപിടിക്കുക. അറ്റ് ദാറ്റ് പോയിൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് കണ്ടുപിടിച്ചതിലത്തെ എച്ചിനെ നമ്മൾ 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫിഗറൊക്കെ തന്നിട്ടുണ്ട്. ആ ചിത്രം നിങ്ങളൊന്ന് നോക്കുക. നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നമുക്കത് ഈ പറഞ്ഞ പോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്തായാലും വരും. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്താ കാരണം വെച്ചാൽ നമ്മൾ ആദ്യം 16 t² നമ്മൾ വരയ്ക്കണം. അപ്പോൾ 16 t² എന്ന് പറഞ്ഞ ഗ്രാഫ് വരച്ച് 2,64 നമുക്കറിയാം. ഇനി Q എന്ന് പറഞ്ഞ പോയിൻ്റായിട്ട് എടുത്തത് 2+h, 16, 2+h ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് അറിയാവുന്ന ഒരു ഗ്രാഫ് വരയ്ക്കുന്നത്. ഓക്കെ, ആ രണ്ടാമത്തെ ഫിഗർ നോക്കുക. അതിനകത്ത് അവരെന്താ ചെയ്തിരിക്കുന്നത്? ഈ 2+h ആണെങ്കിൽ ഇവിടെ h കുറഞ്ഞു വരുമ്പോൾ എന്താണ്ടാവുക? ഈ ഹൈറ്റ് കുറഞ്ഞു വരും അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ഗ്രാഫ് എവിടേക്ക് വരുന്നു? 2വിൻ്റെ അടുത്തേക്ക് വരുന്നു. അതാണ് ഈ ലിമിറ്റ് h ടെൻഡിങ് ടു 0 എന്നുള്ള ആ കൺസെപ്റ്റ് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഈ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇനി അടുത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു കൺസെപ്റ്റാണിത്. f(x) is changing with respect to x when x = c. We begin by finding average rate of change. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കാര്യം ഒന്നും കൂടി നമ്മൾ പറയുകയാണ്. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് x = c മുതൽ x = c+h വരെയുള്ള ചേഞ്ച് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ f(x) ബൈ ചേഞ്ച് ഇൻ x. ദാറ്റ് ഈസ് f(c+h - f(c) ഡിവൈഡഡ് ബൈ c+h - c. അപ്പോൾ f(c+h - f(c) ഡിവൈഡഡ് ബൈ ആ സിയും ഈ സിയും കട്ട് ചെയ്ത് പോയാൽ h എന്ന് കിട്ടും. ഈ റേഷ്യോയിനെ നമ്മൾ ജോമെട്രിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ. അപ്പോൾ നോക്കാം, f(c)യും c+h f(c+h)ഉം. ഈ എച്ചിൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് h ടെൻഡിങ് ടു 0 എന്തുണ്ടാവും? ഈ വാല്യൂ ഇങ്ങനെ കയറി വരും. ഇത് കയറി വരുന്നതിനനുസരിച്ച് നമ്മളിവിടെ ആ ടാൻജൻറ്റ് കണ്ടു. അപ്പോൾ ഈ ടാൻജൻറ്റ് ഇങ്ങോട്ട് നീങ്ങി വരും, പിന്നെ ടാൻജൻറ്റ് ഇപ്പുറത്തേക്ക് നീങ്ങി വരും. അതായത് ഈ ഡിസ്റ്റൻസ് ഏകദേശം ആരോടടുത്തേക്ക് തന്നെ പോവും? c, f(c)യുടെ മാക്സിമം അടുത്തേക്ക് പോവും. അതാണ് ഈ ലിമിറ്റ് h ടെൻഡിങ് ടു 0 എന്ന് പറയുന്നതിൻ്റെ ഒരു ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻസ് കോഷ്യൻറ്റ് എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അപ്പോൾ ഡിഫറൻസ് കോഷ്യൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? f(x + h - f(x) ഡിവൈഡഡ് ബൈ h-നെ the expression f(x + h - f(x) whole divided by h is called difference quotient for the function f(x). അപ്പോൾ f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡിഫറൻസ് കോഷ്യൻ്റ് ആണ് ഈ പറഞ്ഞ f(x + h - f(x) ഡിവൈഡഡ് ബൈ h. ഇനി നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവിലേക്ക് എപ്പോഴാണ് പോണേ? ഈ ഡിഫറൻസ് കോഷ്യൻറ്റിൽ എച്ചിനെ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു എഫിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമെന്നും, അല്ലെങ്കിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ്, അതിനെ f' എന്ന് റെപ്രസെൻ്റ് ചെയ്യും. നമുക്കത് വായിച്ചു നോക്കാം. ഡെഫിനിഷൻ നോക്കാം. The derivative of the function f(x) with respect to x is the function f' given by f' = limit h tending to 0
എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. നമ്മളിതിനെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നും എഫ് പ്രൈം ഓഫ് എക്സ് എന്നും വിളിക്കും. ഇതിനെ ശരിക്കും അത് എഫ് പ്രൈം ഓഫ് എക്സ് എന്നാണ് പറയുക. പക്ഷെ നമ്മളത് പൊതുവേ പറഞ്ഞു വരുമ്പോൾ എഫ് ഡാഷ് എന്ന് പറഞ്ഞ് ശീലിക്കാറുണ്ടെന്ന് മാത്രം. ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ ഡെറിവേറ്റീവ് ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. ഹൗ ടു ഫൈൻഡ് ഡെറിവേറ്റീവ്? നമ്മൾ ആ ഡിഫറൻസ് കോഷ്യൻറ്റിൽ എച്ചിനെ സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലിമിറ്റാണ്. അങ്ങനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഡെറിവേറ്റീവ് എന്ന് പറയുക. ആ പ്രോസസ്സിന് ഡിഫറൻസിയേഷൻ എന്ന് പറയും. വി സേ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു സി. സി എന്ന് പറഞ്ഞ പോയിൻറ്റിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് സി എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? ലിമിറ്റ് പറഞ്ഞ നമ്മുടെ ലിമിറ്റ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോയിൻറ്റിൽ ഫങ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയും. ഈ എച്ച് എന്ന് പറഞ്ഞ സാധനം വളരെ ചെറിയൊരു വാല്യൂ ആണ് നമ്മൾ എടുക്കാറ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫങ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ നമുക്ക് എല്ലാവർക്കും ഡെറിവേറ്റീവ് കാണാൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങാനും യൂസിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ കണ്ടുപിടിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ആദ്യം ഡിഫറൻസ് കോഷ്യൻ്റ് കണ്ടുപിടിക്കുന്നു. ഡിഫറൻസ് കോഷ്യൻ്റ് എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 16x പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 16x സ്ക്വയർ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 16x സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? 16 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 16x സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ നമ്മളിവിടെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 16x സ്ക്വയറും ഇതും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്തുണ്ട്? 16 ഇൻറ്റു 2 32 hx 16h സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. ഇതിൽ നിന്നൊക്കെ എച്ച് കോമൺ ആയിട്ട് പുറത്തെടുക്കൂ. എച്ച് കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? എച്ച് കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്താ കിട്ടുക? എച്ച് ഇൻറ്റു 32x അല്ലേ? എച്ച് ഇൻറ്റു 32x പ്ലസ് 16h ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും. കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളിവിടെ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു, അപ്പോൾ ഡിഫറൻസ് കോഷ്യൻ്റ് എന്താ? 32x പ്ലസ് 16h. ഇനി ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇവിടെ എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ആരാ 0 ആവുക? 16 പ്ലസ് എച്ചിൻ്റെ ടേം 0 ആവും. അപ്പോൾ ഈക്വൽ ടു 32x. അപ്പോൾ ശരിക്കും ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. നമുക്കറിയാം സാധാരണ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ച് എക്സ് റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. This is the method of finding a derivative of a function and it is called differentiation. അപ്പോൾ നമുക്കിവിടെ നേരത്തെ പറഞ്ഞു പൊസിഷൻ വെക്ടറിൻ്റെ ഇൻസ്റ്റൻറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് ഡാഷ് കണ്ടുപിടിച്ചാൽ മതി. എസ് ഡാഷ് എന്ന് പറയുന്നത് ഈ 32x ആയിരുന്നു. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 64 ആണെന്ന് അവിടെയും കിട്ടും. ഇനി സ്ലോപ്പ് ആസ് എ ഡെറിവേറ്റീവ്, ഇതാണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ ഓഫ് ദ കർവ് അല്ലെങ്കിൽ ടു ദ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അറ്റ് ദ പോയിൻറ്റ് സി കോമ എഫ് ഓഫ് സി ഇസ് എഫ് ഡാഷ് ഓഫ് സി. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ സോറി, ഒരു കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു കർവ് ഉണ്ട്. ആ കർവിലെ സി കോമ എഫ് ഓഫ് സി എന്ന് പറഞ്ഞ പോയിൻറ്റിലെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എഫ് ഡാഷ് ഓഫ് സി കണ്ടുപിടിച്ചാൽ മതി. അതായത് എഫിൻ്റെ ആ പോയിൻറ്റിലെ ഡെറിവേറ്റീവ് തന്നെയായിരിക്കും ടാൻജൻറ്റിൻ്റെ സ്ലോപ്പും. ഇനി അതേപോലെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഇതും ഇതും. ഓക്കെ, ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ബി നോട്ടഡ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആസ് ഡെറിവേറ്റീവ്. അപ്പോൾ സ്ലോപ്പ് ആസ് ഡെറിവേറ്റീവ് എന്താണ്? ഒരു കർവിൻ്റെ സി എഫ് ഓഫ് സി എന്ന് പറഞ്ഞ പോയിൻറ്റിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആ കർവിൻ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിൻ്റ് ആണ്. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചും എന്ത് തന്നെയാണ്? എഫ് ഡാഷ് ഓഫ് സി തന്നെയാണ്.
അപ്പോൾ ഇത് രണ്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പോയിൻറ്റിലെ ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കുക. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് കമ്പ്യൂട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്. അപ്പോൾ നമുക്ക് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്ത് വേണം, എഫ് ഓഫ് ആദ്യം കോഷ്യൻ്റ് എന്താണ്, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ആൻഡ് ദെൻ യൂസ് ഇറ്റ് ടു ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ ടു ദ കർവ് y ഈക്വൽ ടു എക്സ് ക്യൂബ് അറ്റ് ദ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു -1. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ അറ്റ് ദിസ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ. അപ്പോൾ ആ ഡെഫിനേഷൻ പ്രകാരം എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. അതായത് എക്സ് പ്ലസ് എച്ച് ഹോൾ ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ക്യൂബിക് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ ഇവിടെ അറിയണം, അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പുറത്തെടുക്കാനുള്ളവരെയൊക്കെ പുറത്തെടുക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മളിവിടെയും ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആരേനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ എക്സ് ക്യൂബും കട്ടായി പോവും, ഈ മൈനസ് എക്സ് ക്യൂബും കട്ടായി പോവും അല്ലേ. അവർ രണ്ടും പോയി കഴിഞ്ഞാൽ 3x² പ്ലസ് 3xh² പ്ലസ് എച്ച് ക്യൂബ്. ഇതിൽ നിന്നെല്ലാം എച്ചിനെ പുറത്തെടുത്താൽ എന്താ കിട്ടുക, എച്ച് ഇൻറ്റു 3x² പ്ലസ് 3xh പ്ലസ് h² ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത എച്ചും ഇവിടെ നിന്ന് പുറത്തെടുത്ത എച്ചും അതേസമയം ഡിനോമിനേറ്ററിലുള്ള എച്ചും കൂടി ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 3x² പ്ലസ് 3xh പ്ലസ് h². ഇവിടെ എച്ചിന് 0 കൊടുക്കും, ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ഇതും 0 ആകും. അപ്പോൾ 3x². അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്താണ്, 3x² ആണ്. ഇനി നമുക്ക് എന്ത് വേണം, y ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ സ്ലോപ്പ്. അപ്പോൾ ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ ടു ദ കർവ് y ഈക്വൽ ടു എക്സ് ക്യൂബ് അറ്റ് ദ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു -1 ഇസ് എന്ത് തന്നെയാണ്, എഫ് ഡാഷ് ഓഫ് -1 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 3x². അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം, എഫ് ഡാഷ് ഓഫ് -1 ഈക്വൽ ടു 3 ഇൻറ്റു -1². 3 ഇൻറ്റു -1² എന്ന് പറഞ്ഞാൽ 3. ഇനി നമുക്ക് എന്താ വേണ്ട, ഇക്വേഷൻ വേണം അല്ലേ. ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ വേണം. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾക്കറിയാം എന്താണ്, to find the equation of the tangent line we need y coordinate of the point of tangency, namely നമുക്ക് എന്താ അറിയാം, എക്സ് ഈക്വൽ ടു -1 ആണെങ്കിൽ y ഈക്വൽ ടു എത്രയായിരിക്കും, -1 ആയിരിക്കും. അപ്പോൾ -1 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി പോകുന്ന ലൈനിൻ്റെ ഇക്വേഷൻ വിത്ത് സ്ലോപ്പ് 3. അപ്പോൾ പോയിന്റ് സ്ലോപ്പ് ഫോം എന്താണ്, y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോർമുല പഠിച്ചത് ഓർക്കുന്നുണ്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ y മൈനസ് -1 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് മൈനസ് -1, അതായത് y പ്ലസ് 2. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, y പ്ലസ് 1 ഈക്വൽ ടു 3x പ്ലസ് 3. ഓക്കെ, 3x പ്ലസ് 3 ദാറ്റ് ഈസ് y ഈക്വൽ ടു 3x പ്ലസ് 3 -1. അതാണ് ഇവിടെ നമുക്ക് y ഈക്വൽ ടു 3x പ്ലസ് 2 എന്ന് പറഞ്ഞ ടാൻജൻറ്റിൻ്റെ. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചത് എന്തിന് എന്നുള്ള ചോദ്യമല്ല, നമ്മൾ അവിടെ പോയിന്റ് സ്ലോപ്പ് ഫോം പഠിച്ചിരുന്നു, അതാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാനുഫാക്ചറർ ഡിറ്റർമൈൻസ് that when x thousand of units of a particular commodity are produced, the profit generated will be p of x. അത് നമുക്ക് അവിടെ കിടക്കട്ടെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അറ്റ് വാട്ട് റേറ്റ് ഈസ് പ്രോഫിറ്റ് ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എക്സ് വെൻ 900 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വേണ്ടത്. അത് എക്സ് ഈക്വൽ ടു 9000 യൂണിറ്റ്സ് ആയിരിക്കുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് കിട്ടാനും നമ്മൾ എന്ത് തന്നെ ചെയ്യണം, ആ പോയിൻറ്റിലെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ പി ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 പി ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് പി ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ
ഇവിടെ നമ്മൾ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ -400 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 6800 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് -12,000 മൈനസ് നമ്മുടെ ഈ പി ഓഫ് എക്സ് അങ്ങനെ തന്നെ എഴുതി ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ നമ്മളിനി ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെയൊക്കെ ബ്രാക്കറ്റുകളൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കോമൺ ടേംസ് വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മളിവിടേക്ക് എത്തുന്നു. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 -h സ്ക്വയർ കിട്ടും, -800hx കിട്ടും, പ്ലസ് 6800h ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. കോമൺ ആയിട്ട് നമ്മൾ ആരെ പുറത്തെടുക്കുന്നു? എച്ചിനെ പുറത്തെടുക്കുക. എച്ചിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്താ കിട്ടുക? ലിമിറ്റ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദീസ് ടു നമുക്കൊരു സ്റ്റെപ്പും കൂടെ എഴുതാം. എന്താ? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 h ഇൻറ്റു -400h -800x പ്ലസ് 6800 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ പുറത്ത് കൊണ്ടുവന്നൊരു എച്ചും താഴെയുള്ള ഒരു എച്ചും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ -400h -800x പ്ലസ് 6800 എന്ന് കിട്ടും. നമ്മളിനി അവിടെ എന്ത് ചെയ്യണം? എച്ചിന് 0 കൊടുത്താൽ -800x പ്ലസ് 6800 എന്ന് കിട്ടി. ഇനിയാണ് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് കണ്ടുപിടിക്കണം അല്ലേ? വെൻ എക്സ് ഈക്വൽ ടു 9000. അപ്പോൾ എക്സ് ഈക്വൽ ടു പി ഡാഷ് ഓഫ് 9000 കണ്ടുപിടിക്കാം. അപ്പോൾ പി ഡാഷ് ഓഫ് 9 ഇവിടെ നമുക്ക് എക്സ് എങ്ങനെ തന്നിരിക്കുന്നത്? എക്സ് 1000 യൂണിറ്റ്സ്. അപ്പോൾ 9000 വേണമെങ്കിൽ 9 ഇട്ടാൽ മതി കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. വെൻ എക്സ് ഈസ് ഇൻ 1000 യൂണിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 9000 വേണമെങ്കിൽ നമ്മൾ 9. അപ്പോൾ പി ഡാഷ് ഓഫ് 9 കണ്ടുപിടിക്കുക. അപ്പോൾ -400. അതായത് പ്രോഫിറ്റ് എന്താവുന്നു? കുറയുക ചെയ്യുന്നത് അല്ലേ? പ്രോഫിറ്റ് ഈസ് ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടി വായിച്ചു നോക്കുക. ക്ലിയർ അല്ലേ? നമുക്കൊരു റിമാർക്ക് നോക്കാം. We found that P dash of 9 equal to -400, which means that the tangent line to the profit curve y equal to P of x is sloped down at the point Q equal to Q where x equal to 9. ഇനി ടാൻജൻറ്റ് എന്താ പറയുക, താഴത്തേക്ക് വരച്ചത് കാരണം നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ പ്രോഫിറ്റ് കുറയുകയാണ്. വെൻ 9000 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ കുറയുന്നു, കൂടുന്നു, അങ്ങനത്തെ കൺസെപ്റ്റുകൾ നമുക്ക് എങ്ങനെ ഡെറിവേറ്റീവിൽ നിന്നും കിട്ടാം? അപ്പോൾ ഗ്രാഫ് വരയ്ക്കാതെ തന്നെ, ചില ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ എളുപ്പമല്ല, പക്ഷേ ഗ്രാഫ് വരയ്ക്കാതെ തന്നെ നമുക്ക് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെറിവേറ്റീവ്സിൻ്റെ ടെക്നിക്സ് വഴി നമുക്ക് പ്രോഫിറ്റ് കൂടുകയാണോ കുറയുകയാണോ അതോ മാറ്റമൊന്നുമില്ലാതെ നിൽക്കുകയാണോ, അങ്ങനത്തെ കുറച്ചും കൂടിയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയും കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നൗ നിങ്ങളിതെല്ലാം പഠിക്കുക, വൃത്തിയായിട്ട് പഠിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. വി ഹാവ് ലിമിറ്റേഷൻസ് ഫോർ ഓൺലൈൻ ക്ലാസ്സസ്. അപ്പം ക്ലാസ് ലൈവ് നമുക്ക് എടുക്കണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ലൈവ് തന്നെ തുടങ്ങുന്നുണ്ട്, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ആണല്ലോ. സോ നോ പ്രോബ്ലം. നൗ വീഡിയോ കാണുക, നോട്ട്സൊക്കെ അപ്ഡേറ്റ് ആയിട്ട് എഴുതാം. താങ്ക് യു.